ജനകീയ വിഷയങ്ങളിലേക്കാണ്. KSRTCയുടെ അന്തർ സംസ്ഥാന സർവീസുകൾ വരെ സൗജന്യ യാത്രയെന്ന UDF വാഗ്ദാനം നടപ്പാക്കാൻ ഇനിയും കാത്തിരിക്കണം. സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും സൗജന്യമായി പോകാമെന്ന പ്രഖ്യാപനം നടപ്പാക്കുന്നതിനെ കുറിച്ച് ഇനി സർക്കാർ ആലോചിക്കുക 100 ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും. അതുവരെ ഓർഡിനറിയിൽ സൗജന്യ യാത്ര ചെയ്യാമെന്നതാണ് ആശ്വാസകരമായ ഏക കാര്യം. അതിന്റെ ലാഭനഷ്ട കണക്കുകൾ പഠിച്ചായിരിക്കും തുടർ തീരുമാനങ്ങൾ. ദീർഘദൂര യാത്രകൾ ചെയ്യാമെന്ന് കണക്ക് കൂട്ടിയിരുന്നവരെ ചെറിയ നിരാശയിലാക്കിയിട്ടുണ്ട് ഇന്നത്തെ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സൗജന്യം പരിമിതി. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഡബിൾ ബെൽ വീണിരിക്കുന്നത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ്. ദീർഘദൂര സൗജന്യ യാത്രകൾ ആഗ്രഹിച്ചിരുന്നവർ ആ സ്വപ്നം തൽക്കാലം ഒന്ന് മാറ്റിവെക്കേണ്ടി വരും. രണ്ടാം ഘട്ടമായി പദ്ധതിയുടെ തുടർ സാധ്യതകൾ പരിശോധിക്കാനാണ് സർക്കാർ തീരുമാനം. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു രാഹുൽ ഗാന്ധി ഒരു ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. സ്റ്റേറ്റ് വൈഡായിട്ട് ഇങ്ങനെ നമ്മൾ പ്രചരണം നടത്തുക വീടുകൾക്ക്. ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. പുതുയുഗ യാത്രയുടെ സമാപന ദിവസം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് രാഹുൽ ഗാന്ധി നേരിട്ടെത്തി 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര. ലക്ഷ്യം കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന സ്ത്രീ വോട്ടർമാർ. പ്രചരണ തിരക്കിനിടയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ വോട്ടർമാരോട് സംസാരിക്കുന്നതാണ് തൊട്ടു മുൻപ് കേട്ടത്. എന്നാൽ നിലവിൽ ഓർഡിനറി ബസ്സിൽ മാത്രം ആനുകൂല്യം നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനം. പുതിയ തീരുമാനത്തിൽ സ്ത്രീകൾക്ക് സമ്മിശ്ര അഭിപ്രായങ്ങൾ. പക്ഷെ അന്നങ്ങനെ പറഞ്ഞെങ്കിൽ ഓർഡിനറി ബസ് മാത്രമായിരിക്കുമെന്ന് സാധാ ജനങ്ങൾക്കൊരു ബോധം ഉണ്ടായിരുന്നു. അല്ലാതെ മൊത്തം സൗജന്യം കൊടുക്കാൻ സർക്കാരിന് സാധിക്കുമോ? ബാക്കി എത്രയോ കാറ്റഗറികൾ സൗജന്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ സ്ഥിരം യാത്രയ്ക്ക് പോകുന്ന സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ചെറിയ ലോങ് ട്രിപ്പൊന്നും അല്ലാത്തതാണ് യാത്രയ്ക്ക് സൗജന്യം കൊടുത്താൽ നന്നായിരിക്കും. കാരണം ഒരു ജോലിക്ക് പോകുന്ന സ്ത്രീയെ സംബന്ധിച്ച് 1000 രൂപ കയ്യിൽ വന്നാൽ ബസ് ഫെയർ അല്ലാത്ത പൈസ കയ്യിൽ വരുമ്പോൾ അവരെ സംബന്ധിച്ച് അത് ആ കുടുംബത്തിലേക്ക് എത്തുകയാണ്. ഓർഡിനറിയിലാക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി KSRTCയിൽ സ്ത്രീകൾക്ക് ഫുൾ കംപ്ലീറ്റ്ലി ഫ്രീ ആക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഒരു വിഷമവും ഇല്ല. ഇത് തന്നെ സന്തോഷം. ഒരു ടെസ്റ്റ് റൺ എന്നുള്ള രീതിയിൽ ആദ്യം ഇത് പോട്ടെ. അതിപ്പോൾ 100 ദിവസം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒരു എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ആദ്യഘട്ടം നടപ്പാക്കി തുടങ്ങി 100 ദിവസങ്ങൾക്കുള്ളിൽ ലാഭനഷ്ടങ്ങൾ പഠിക്കാനും സർക്കാർ തീരുമാനമുണ്ട്. ബാധ്യതയുണ്ടാകുമെന്നും ടിക്കറ്റിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലൂടെ മറികടക്കാൻ കഴിയില്ലെന്നും സർക്കാരിന് ഉറപ്പുണ്ട്. പക്ഷേ KSRTCക്ക് ബാധ്യതയാകില്ലെന്ന് പ്രതികരണം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി പണം ലഭ്യമാക്കാനും ആലോചനയുണ്ട്. ഏത് തീരുമാനം എടുത്താലും ഗവൺമെൻറ് അത് സബ്സിഡൈസ് ചെയ്യും. നിശ്ചിത സമയം നോക്കുമ്പോൾ നമുക്കറിയാലോ, എക്സ്പേർട്ടുകൾക്ക് പോലെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയില്ലല്ലോ. ആശങ്ക KSRTCക്ക് വേണ്ട. ഇനിയുമുണ്ട് പ്രതിസന്ധികൾ. മലബാറിലെ പല മേഖലകളിലും KSRTC ബസ് സർവീസുകൾ ഇല്ലാത്തത് പദ്ധതിയെ ബാധിക്കും. പല സ്ത്രീകൾക്കും ആനുകൂല്യങ്ങൾ ലഭിച്ചെന്ന് വരില്ല. ഒരൊറ്റ KSRTC ബസ് സർവീസുകൾ പോലുമില്ലാത്ത ഗ്രാമീണ മേഖലകളുമുണ്ട് കേരളത്തിൽ. KSRTC ബസ്സുകൾ ഏറ്റവും കുറവുള്ളത് UDFന് 16 സീറ്റുകൾ നേടിക്കൊടുത്ത മലപ്പുറം ജില്ലയിൽ. 7 ജില്ലകളിൽ സർവീസുകളുള്ളത് 25% താഴെ. കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് 60% KSRTC സർവീസുകളുള്ള തിരുവനന്തപുരത്ത്. അതിലൊരു നിരാശയില്ല. അത്രയെങ്കിൽ അത്രയും ഒരുപാട് സന്തോഷമാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ആവുമായിരിക്കും. KSRTC സർവീസുകൾ ഒന്നുമില്ലാത്ത മണ്ഡലങ്ങളിൽ ബദൽ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ എന്നും സർക്കാർ തലത്തിൽ ആലോചനയുണ്ട്. കൂടാതെ KSRTCക്ക് ടിക്കറ്റ് വരുമാനത്തിലൂടെ മറികടക്കാൻ കഴിയാത്ത നഷ്ടക്കണക്കും ഭീമമാണ്. എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര നടപ്പിലാക്കിയാൽ 112 കോടി നഷ്ടം. നിലവിൽ തീരുമാനിച്ചതുപോലെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമെങ്കിൽ 60 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാകും. പെൻഷൻ, ഇന്ധനമിനത്തിൽ സർക്കാർ നൽകുന്ന 125 കോടിക്ക് പുറമെയാണ് അധിക ബാധ്യത. KSRTC ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മന്ത്രി ഉറപ്പിച്ചു പറയുന്നു. സർക്കാർ അധിക പണം നൽകാനും തീരുമാനമുണ്ട്. സർക്കാരിന് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നത് KSRTCയും ജലവിഭവ വകുപ്പുമെന്ന് ധവളപത്രത്തിൽ പരാമർശമുണ്ട്. എന്നിട്ടും 200 കോടിയിലധികം രൂപയുടെ അധിക ബാധ്യത സർക്കാർ എങ്ങനെ താങ്ങുമെന്നാലോചിക്കുമ്പോൾ തല പുകയുന്നു. പക്ഷേ തല പുകയ്ക്കേണ്ട ആവശ്യമില്ലെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. കാത്തിരുന്നു കാണാം. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.